Hi everyone. Hi all. വിദേശ പഠനം ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക കുട്ടികളുടെയും വൺ ഓഫ് ദി ഫേവറേറ്റ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആണ് കാനഡ. കാനഡ ചൂസ് ചെയ്യുന്നതിനും ഒരുപാട് റീസൺസ് ഉണ്ട്. മെയിൻലി PR ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. സ്റ്റേ ബാക്ക്, ദെൻ ലോ ബഡ്ജറ്റ് ആയിട്ട് സ്റ്റുഡൻസിന് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇതൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക കുട്ടികളും കാനഡ ചൂസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺസ്. കറൻ്റ്ലി നമുക്ക് കാനഡയിൽ കുറച്ച് ചേഞ്ചസ് റൂൾസിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മെയിൻലി വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുമ്പോൾ GIC എമൗണ്ടിലുള്ള ചില മാറ്റങ്ങൾ, ആൻഡ് ദെൻ സ്പൗസ് വിസയിലുള്ള കുറച്ച് മാറ്റങ്ങൾ, ആൻഡ് ഫൈനലി പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിലുള്ള ചേഞ്ചസ്. ഇതൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഉള്ളത്. എൻ്റെ പേര് പാർവതി എന്നാണ്. മാഗ്ലോബർ കാനഡ സ്റ്റുഡൻറ് അഡ്വൈസറാണ്. ഞാൻ ലിനീഷ്, കാനഡ സ്റ്റുഡൻറ് അഡ്വൈസറാണ് മാഗ്ലോബർ. ഓക്കെ ലിനീഷ്, നമുക്കിപ്പം കുറച്ചധികം അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ മെയിൻലി നമുക്ക് GICയിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഒരു 6.5 lakh എന്നുള്ള ഒരു GIC എമൗണ്ടിൽ നമുക്കൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ഓക്കെ, GIC എന്ന് പറയുന്ന ഒരു എമൗണ്ട് സ്റ്റുഡൻസ് കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് അപ്രണ്ട് ആയിട്ട് അവരുടെ പേരിൽ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടുന്ന ഒരു എമൗണ്ട് ആണ്. ഓക്കെ, ഈ 2023 ആ ഒരു ഇയറിലൊക്കെ പോയിട്ടുള്ള സ്റ്റുഡൻസ് ഇവിടുന്ന് പാർവതി പറഞ്ഞ ഒരു 6.5 lakhs ആണ് പേ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായത് 10,000 കനേഡിയൻ ഡോളറാണ് അവർ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ ഒരു 2024 ജനുവരി 1 മുതലാണ് ഈ GIC എമൗണ്ടിൽ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ പുതിയ കറണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് 20,635 കനേഡിയൻ ഡോളറാണ്. ഏകദേശം 13 ലക്ഷം രൂപയോളം വരും. ഓക്കെ, അത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഡബിൾ ആയിട്ട് 6.5 ആ ഒരു എമൗണ്ട് 13 lakhs ആയിട്ട് മാറിയത് ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ ലിവിങ് എക്സ്പെൻസസ് മുൻ വർഷങ്ങളെക്കാളും ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് ചേഞ്ച് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട് നമുക്ക് എങ്ങനെ ആയിരിക്കാം കാനഡയിൽ വൺസ് എത്തിക്കഴിഞ്ഞാൽ? ഇപ്പം നമ്മളിപ്പം ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഒരു എമൗണ്ട് ആണല്ലോ. അപ്പം അത് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് എങ്ങനെയാണ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റാം? അതായത് നമ്മൾ ചെല്ലുന്ന ആ ഒരു ഫസ്റ്റ് മന്ത് തന്നെ സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക്, സേവിങ്സ് അക്കൗണ്ടിലേക്ക് 6,000 കനേഡിയൻ ഡോളറാണ് ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, അത് സ്റ്റുഡൻസ് ഒന്നും ചെയ്യേണ്ട. അത് നമ്മൾ ബാങ്കിൽ, നമ്മൾ സ്റ്റുഡൻസ് കാനഡയിൽ എത്തിയതിനു ശേഷം ബാങ്കിൽ ചെന്നിട്ട് നമ്മുടെ GIC സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ തന്നെ അത് ആക്ടിവേറ്റ് ആവുകയും ഫസ്റ്റ് മന്തിലെ പേയ്മെൻറ്റ് 6,000 ഞാൻ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരും. അതിനുശേഷമുള്ള 12 മാസത്തേക്ക് 1,300 കനേഡിയൻ ഡോളർ വെച്ചിട്ടാണ് സ്റ്റുഡൻറ്റിൻ്റെ സേവിങ് അക്കൗണ്ടിലേക്ക് വരുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് നമ്പർ ഓഫ് സ്റ്റഡി പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൽ ക്യാപ്പ് കുറച്ച് ചേഞ്ചസ് കാര്യങ്ങൾ അല്ലേ? അതെ, ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മുൻ വർഷങ്ങളിൽ ഇതുപോലെ ഒരു ക്യാപ്പ്, അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ 2023 ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 5,60,000 സ്റ്റഡി പെർമിറ്റ്സ് കാനഡ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജനുവരി 22 വന്ന അനൗൺസ്മെന്റിൽ അദ്ദേഹം പറഞ്ഞത് 2024 3,60,000 സ്റ്റഡി പെർമിറ്റ്സ് കാനഡ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ഓക്കെ, അത് ഇന്ത്യയിലെ സ്റ്റുഡൻസിന് മാത്രമല്ല, മൊത്തം വേൾഡിൽ കൺസിഡർ ചെയ്താണ് പറയുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 3,60,000 സ്റ്റഡി പെർമിറ്റ്സ്, ന്യൂ സ്റ്റഡി പെർമിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് 2022 2023 സ്റ്റുഡൻസിൻ്റെ ഫ്ലോ ഒരുപാട് ഹൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാനഡയിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഈ ക്യാപ്പിൽ തന്നെ ഇത് പറയുന്നുണ്ട്, നമുക്കൊരു അറ്റസ്റ്റേഷൻ ലെറ്ററിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ അറ്റസ്റ്റേഷൻ ലെറ്റർ എന്തായിരുന്നു? അതും ഈ ഒരു അനൗൺസ്മെന്റിന്റെ ഭാഗമായിട്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു 3,60,000 ന്യൂ സ്റ്റഡി പെർമിറ്റ്സ് ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അത് പൊതുവെ ഓവറോൾ കാനഡയിലല്ല, അതിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 10 പ്രൊവിൻസുകളിലും ഓരോ കോളേജസിനും ഇതനുസരിച്ചിട്ട് ഓരോ പ്രൊവിൻസിനും ഇത്ര സീറ്റുകൾ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ അതാത് പ്രൊവിൻസുകൾ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റഡി പെർമിറ്റിന് അതിൻ്റെ കൂടെ തന്നെ ഒരു അറ്റസ്റ്റേഷൻ ലെറ്റർ പ്രൊവിൻസ് ഇഷ്യൂ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു റൂൾ ചേഞ്ച് വന്നിരിക്കുന്നത്. ഓക്കെ, അതും ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നൊരു ചേഞ്ച് ആയതുകൊണ്ട് തന്നെ മാർച്ച് 31 കൂടിയിട്ടാണ് ഈ അറ്റസ്റ്റേഷൻ ലെറ്റർ വരത്തുള്ളൂ, പ്രാബല്യത്തിൽ വരത്തുള്ളൂ. ഓക്കെ, ഫൈൻ. ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? യെസ്, പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡി പെർമിറ്റിൽ അതായത് ഇപ്പം നമുക്കറിയാം കാനഡയിൽ പ്രൈവറ്റ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് കോളേജസും വരുന്നുണ്ട്. ഓക്കെ, അത് കൂടാണ്ട് ഒരു മൂന്നാമതൊരു കാറ്റഗറി കൂടി ഉണ്ട്. ഓക്കെ, ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ള PPP കോളേജസ് വരുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് നമ്മുടെ ഒണ്ടാരിയോ പ്രൊവിൻസിലാണ് ഇതുപോലെയുള്ള പാർട്ട്ണർഷിപ്പിലുള്ള കോളേജസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ റൂള് പ്രകാരം ഈ പാർട്ണർഷിപ്പിൽ കോളേജിൽ, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള കോളേജുകളിൽ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ്
കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. അതായത് സ്റ്റഡി പീരീഡ് കഴിഞ്ഞിട്ട് പഠിത്തം കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു പാനിക് സിറ്റുവേഷനായിട്ട് കരുതണ്ട. ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ പബ്ലിക് കോളേജസ് തന്നെ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഇല്ലാത്ത കോളേജസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പഴയ കണ്ടീഷനിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ഫിൽട്ടർ ചെയ്തിട്ട് അത് പെർമിറ്റ് അലോ ചെയ്യുന്ന കോളേജസിലോട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എസ്പെഷ്യലി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ള കോളേജുകൾ നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ചൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്പൗസ് വിസ ഉള്ള ഒരു കൺട്രിയും കൂടെ ആയതുകൊണ്ടായിരിക്കും ഒട്ടുമിക്ക കുട്ടികളും അല്ലേ കാനഡ ചൂസ് ചെയ്യാനുള്ള ഒരു അനദർ റീസൺ. അപ്പോൾ ആ സ്പൗസ് വിസയിലും കുറേ ചേഞ്ചസ് ഉണ്ട്, അതെന്തൊക്കെയായിരുന്നു? പ്രീവിയസ് ഇയറിൽ ഈ ഒരു റൂൾ ചേഞ്ച് വരുന്നതിന് മുന്നേ നമ്മളിപ്പോൾ UG പ്രോഗ്രാം ആണെങ്കിൽ PG ഡിപ്ലോമ പ്രോഗ്രാംസ് ആണെങ്കിലും നമുക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻറ്റിന് അവരുടെ സ്പൗസിനെ കൂടെ കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പോഴും ആ റൂളിൽ ചേഞ്ച് ഇല്ല, സ്പൗസിനെ കൂടെ കൊണ്ടുപോകും. വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇതിന് മുന്നേ പോകുന്ന അക്കമ്പനി ചെയ്യുന്ന സ്പൗസിന് ഒരു ഫുൾ ടൈം ആയിട്ട് 40 മണിക്കൂർ ആഴ്ചയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ റൂൾ ചേഞ്ച് ആയി. കൂടെ പോകുന്ന സ്റ്റുഡൻസിന് സ്പൗസിന് ഇപ്പോൾ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്, അതായത് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചേഞ്ചാണ് കറന്റ് വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? അതെ, ഈ സെയിം വർക്ക് പെർമിറ്റിന്റെ കേസ് ഇവിടെയും ബാധകമാണ്. ഇപ്പോൾ വർക്ക് പെർമിറ്റ് നമ്മൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ നോക്കുകയാണെങ്കിൽ 1 ഇയർ മാസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഇയർ മാസ്റ്റേഴ്സ് പ്രോഗ്രാം വരുന്നുണ്ട്. ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ 1 ഇയർ മാസ്റ്റേഴ്സ് ആണെങ്കിൽ 1 ഇയർ ആയിരുന്നു ഇവരുടെ സ്റ്റേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് കിട്ടുന്നത് 1 ഇയറിലേക്കായിരുന്നു. അതിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിൽ ഡ്യൂറേഷൻ എത്ര ആയിക്കോട്ടെ, 1 ഇയർ ആയിക്കോട്ടെ, 2 ഇയർ ആയിക്കോട്ടെ, അവർക്ക് 3 ഇയർ തന്നെ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ സ്പൗസിന്റെ കേസ്, ഇപ്പോൾ 1 ഇയർ ആണെങ്കിലും 2 ഇയർ ആണെങ്കിലും സ്പൗസിന് കൂടെ പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വർക്ക് പെർമിറ്റും കിട്ടുന്നതാണ്. അതെ, ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്പൗസസിന്റെ കേസിൽ ഈ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ലെവൽ അല്ലെങ്കിൽ PhD ലെവൽ പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സ്റ്റുഡൻസിന്റെ സ്പൗസസിന് വർക്ക് പെർമിറ്റ് 40 അവേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് പെർമിറ്റ് കിട്ടും. ഈ റൂൾസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ആക്കാൻ ചാൻസ് ഉണ്ടോ? ചേഞ്ചസ് ഇൻ ദ സെൻസ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 2024-25 വർഷത്തിലേക്ക് ഈ ഒരു 2 ഇയേഴ്സിലേക്ക് വേണ്ടിയിട്ടാണ് നിയമം വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെന്റിൽ അദ്ദേഹം ഷെയർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2025 ലാസ്റ്റിലേക്ക് ഈ ഒരു ചേഞ്ചസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് റീവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും ഫർദർ ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരാനായിട്ട് പോകുന്നത്. അതെ, ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ചേഞ്ച്. അതെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിൽ ഏറ്റവും ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ +2 കഴിഞ്ഞിട്ട് പോകുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഉടനെ ഒരു ഹയർ സ്റ്റഡി നോക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പോഴും കാനഡ തന്നെ ആയിരിക്കും ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. കാരണം PR-ന്റെ കാര്യത്തിൽ ചേഞ്ചസുകളൊന്നും വരുന്നില്ല, സ്റ്റേ ബാക്കിൻ്റെ കാര്യത്തിൽ ചേഞ്ചസ് വരുന്നില്ല. ജസ്റ്റ് നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള കോളേജുകൾസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. പിന്നെ സ്പൗസിൻ്റെ കേസിലാണ് ഓക്കെ. അപ്പോൾ ഒരു PG ഡിപ്ലോമയ്ക്ക് പോകുന്നതിന് പകരം മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയും അഡ്വാൻറ്റേജ് തന്നെയാണ്. അവർ 1 ഇയർ പഠിച്ചു കഴിഞ്ഞാൽ 3 ഇയറിൻ്റെ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. സ്പൗസിനെയും കൊണ്ടുപോകാനായിട്ട് പറ്റും, സ്പൗസിനും വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വന്നിരിക്കുന്ന റൂൾസുകളിലും കാര്യങ്ങളിലും പലർക്കും ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നത്. അതല്ലെങ്കിൽ ഇപ്പോഴും വൺ ഓഫ് ദ ടോപ്പ് സ്റ്റഡി ഡെസ്റ്റിനേഷനാണ് കാനഡ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കാനഡയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങൾ. അത്യാവശ്യം നമ്മൾ ഉള്ള ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതാണ്. എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതർവൈസ് നമ്മളിവിടെ നമ്പർ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.